ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇന്ദുജ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ഇന്ദുജ. യഥാർത്ഥ പേരല്ല. എനിക്ക് 36 വയസ്സുണ്ട്. എൻ്റെ കല്യാണം ആദ്യം ഒന്ന് കഴിഞ്ഞതാണ്. എൻ്റെ 23ാമത്തെ വയസ്സിൽ. അതിൽ എനിക്കൊരു മകളുണ്ട്. അവളിപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. എങ്ങനെയോ ആ ജീവിതം ഞാൻ കുറച്ച് വർഷമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി. ഒരു കുട്ടിയും ഉണ്ടായി. പക്ഷേ ആദ്യത്തെ വിവാഹബന്ധം എനിക്ക് സമ്മാനിച്ചത് വലിയ വലിയ വിഷമങ്ങളായിരുന്നു. വിവാഹത്തിന് വന്നപ്പോൾ മദ്യപിക്കുന്ന ശീലം ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല. അങ്ങേർക്ക് ഒന്നിനും താല്പര്യമില്ല. വല്ലപ്പോഴും ഒരു താല്പര്യം ഉണ്ടായതിൻ്റെ ഫലമാണ് എൻ്റെ കുട്ടി. സഹിച്ചു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിവാഹമോചനം ചെയ്ത് എൻ്റെ വീട്ടിൽ വന്നു. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. സഹോദരനും ഭാര്യയും അവിടെ ഒരു കുട്ടിയും അവിടെയുണ്ട്. ഞാൻ കൂടി ചെന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു ചിലവാകും. എനിക്ക് കുട്ടിയുമുണ്ടല്ലോ. അമ്മയ്ക്കും മുഖം കറുപ്പിക്കൽ ഇത്തിരി കൂടുതലായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു, കുട്ടിയെ നിങ്ങൾ നോക്ക്, ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ചിലവുകളെല്ലാം അയച്ചു തരാമെന്ന്. അത് കേട്ടപ്പോഴാണ് ഒന്ന് മുഖം തെളിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ കൊച്ചിയിലേക്ക് പോയത്. എൻ്റെ 2 കൂട്ടുകാരികൾ അവിടെ ഒരു ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ വേക്കൻസി ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് ഞാൻ പോയത്. അതിൽ ഒരു കൂട്ടുകാരി കൊച്ചി സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. അവളുടെ അമ്മാവൻ്റെ ഭാര്യ അവിടെയുണ്ട്. അമ്മാവൻ മരിച്ചു പോയതാണ്. അവർക്ക് ഒരു മകനേ ഉള്ളൂ. അവൻ വിദേശത്താണ്. അപ്പോൾ അമ്മായി തനിയുള്ളത് കൊണ്ട് അവൾ ഇവിടേക്ക് ജോലിക്ക് വന്നപ്പോൾ അവർ കട്ടായം പറഞ്ഞു അവിടെ നിൽക്കണമെന്ന്. അങ്ങനെ അവിടെ നിന്നാണ് അവൾ ജോലിക്ക് പോയിട്ട് വരുന്നത്. എന്നോട് പറഞ്ഞു, ടെക്സ്റ്റൈൽസിലെ ജോലി നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന് ഒരു മാസമെങ്കിലും നിൽക്ക്. അമ്മായിക്ക് ഒരു പ്രശ്നവുമില്ല. ഇവിടെ റൂമൊക്കെ ഉണ്ട്. എന്നിട്ട് നീ ഇഷ്ടമുള്ള ജോലി നോക്കാൻ പറഞ്ഞു. മാഡം, എനിക്ക് കമ്പ്യൂട്ടർ നോളജൊക്കെ ഉണ്ട്. ഒരു കമ്പ്യൂട്ടർ ഡിപ്ലോമ കയ്യിലുമുണ്ട്. പക്ഷേ പ്രാക്ടീസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് വലിയ പരിചയമില്ല. അങ്ങനെ എന്തെങ്കിലും ജോലിക്ക് കയറിയായിരുന്നെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടം. ആദ്യം കുറച്ചൊക്കെ ബുദ്ധിമുട്ടി. എങ്കിലും 3 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ ഒരു ജോലി കണ്ടുപിടിച്ചു. ബില്ലിംഗ് സെക്ഷനിലാണ്. എനിക്കത് ഈസി ആയിരുന്നു. അങ്ങനെ ആ ജോബിൽ ഞാൻ സന്തോഷത്തോടെ മുന്നോട്ട് പോയി. അവളും അവിടെ അമ്മായിമുള്ള വീട്ടിലാണല്ലോ ഞാനും താമസിക്കുന്നത്. അമ്മായി ഒരു പരമരസികത്തിയാണ്. അമ്മായിക്ക് എപ്പോഴും ചോദിക്കാനുള്ളത്, എടി, നീ പോയ സ്ഥാപനത്തിൽ ആണുങ്ങളൊക്കെ എങ്ങനെയാ? നിന്നോട് താല്പര്യമുള്ളവന്മാർ ഉണ്ടോ? കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാരുണ്ടോ? അല്ലെങ്കിൽ പ്രായമായവരാണെങ്കിലും നല്ല തടിയുമുള്ള ആണുങ്ങളുണ്ടോ? നിന്നോട് എങ്ങനെയാണ് അവരൊക്കെ പെരുമാറുന്നത്? നിൻ്റെ ഭർത്താവ് എങ്ങനെയായിരുന്നു? നിന്നെ എന്തിനാ ഉപേക്ഷിച്ചത്? പിന്നെ കുടിയനൊക്കെ ആണെങ്കിലും ഭർത്താവ് വേറെ പല കാര്യങ്ങൾക്കും നല്ലവനാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിനക്ക് നിൽക്കാൻ വയ്യായിരുന്നോ എന്നൊക്കെ എന്നോട് ചോദിക്കും. എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇറിറ്റബിളായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, എടി, അമ്മ എങ്ങനെയാണ്? എന്നോടും ഇങ്ങനെ തന്നെ ചോദിക്കും. പ്രായമായി കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ പിരി ഇത്തിരി ലൂസായെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടിങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അമ്മാവനുള്ളപ്പോൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്നും പറയില്ല. അമ്മാവൻ പോയതിൽ പിന്നെ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ സംസാരിക്കണം. അതാണ് മെയിൻ വിഷയമെന്ന് ഞാൻ പറഞ്ഞു. അമ്മായിക്ക് ചിലപ്പോൾ ആഗ്രഹം ഉള്ളിൽ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നുണ്ടാകും. നീ ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാതെ അമ്മായിക്ക് വേണ്ട അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്ത് കൊടുക്കരുതോ എന്ന് ഒരു ദിവസം അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എടി, എന്തായാലും ഇവിടെ വന്നതിൽ പിന്നെ പലപ്പോഴും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഞാനത് കാര്യമായി എടുത്തിട്ടില്ല. ഇനിയിപ്പം യഥാർത്ഥത്തിൽ അവർക്ക് വലിയ താല്പര്യം ഉള്ളിൽ കാണുമോ? 55 വയസ്സായി. 55 വയസ്സായി കഴിഞ്ഞാൽ താല്പര്യം പോകില്ലേ മോളെ? അതെങ്ങനെയാടി 55 വയസ്സാകുമ്പോൾ താല്പര്യം പോകുന്നത്? മനുഷ്യർക്ക് താല്പര്യം എപ്പോഴൊക്കെ നിൽക്കും, എപ്പോഴൊക്കെ പോകുന്നു ആർക്കറിയാം? ചിലപ്പോൾ 18 വയസ്സിലെ താല്പര്യം പോകാം. എന്നെപ്പോലെ ചിലപ്പോൾ 90 ആയാലും ആർക്കും താല്പര്യം പോകില്ല. അമ്മായിക്ക് എന്തോ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്നോട് ചോദിക്കുന്നത്. നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേന്ന്? ഇല്ലടി പൊട്ടി, എനിക്ക് മനസ്സിലായില്ല. ഞാനാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കും, ഇവർക്ക് എന്തിൻ്റെ കേടാണെന്ന്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ച് പറയും, കടമൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ പുള്ളി പറയും, കാര്യമാക്കണ്ട, എന്തോ അമ്മ മരിച്ച് ഷോക്കിൽ പറയുകയാണെന്ന്. നിനക്കറിയാമല്ലോ, എനിക്കങ്ങനൊന്നും ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ ചേട്ടനല്ലാതെ ആരും എൻ്റെ മനസ്സിലില്ല. ഞാൻ പറഞ്ഞ എന്തായാലും നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മായി പറഞ്ഞതുപോലെ നല്ലൊരു ഭർത്താവിനെ മിസ് ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉറങ്ങിക്കിടക്കുന്നുണ്ടാകും മോളെ. എന്തായാലും ഇനി എന്നോട് കീച്ചതും മുളച്ചതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും അമ്മായോട് തിരിച്ച്, അമ്മായിക്ക് ആഗ്രഹമുണ്ടോ പുതിയൊരു ഭർത്താവിനെ വേണമെന്ന് ചോദിക്കുന്നു പറഞ്ഞു. എടി, അങ്ങനൊന്നും ചോദിക്കരുതേ. നീ അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ചിലപ്പോൾ അമ്മായിക്ക് ഇഷ്ടപ്പെടില്ല. ഒരു ഹോസ്റ്റലിൽ പോയി താമസിച്ച് കഴിഞ്ഞാൽ എത്ര രൂപ കൊടുക്കണമെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേ, അമ്മായിക്ക് അങ്ങനെയൊന്നും തോന്നില്ല. ഇനിയിപ്പം ഏതെങ്കിലും ആണുങ്ങളെ പറ്റി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അമ്മയോട് ചോദിക്കുമെന്ന്. സൂക്ഷിച്ചും കണ്ടൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞ് അവൾ എന്നെ കളിയാക്കി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മായി അതുപോലൊരു കാര്യം എന്നോട് ചോദിച്ചു.
ഞാനാണ് ഡ്യൂട്ടി കഴിഞ്ഞ് നേരത്തെ വരിക. എൻ്റെ കൂട്ടുകാരി 1.5 മണിക്കൂർ കഴിഞ്ഞ് വരികയുള്ളൂ. വൈകിട്ടത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കള കയറി ചെയ്യും. അതുകൊണ്ട് അമ്മായിക്ക് ഒരു റിലാക്സേഷനാണ്. ഞാനിപ്പോൾ വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തിക്കും പിന്നെ കറിക്കൊക്കെ ഒന്ന് റെഡി ആക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും അമ്മായി അടുക്കളയിൽ വന്നതിനോട് പറയുകയാണ്, പക്ഷേ നീ ഇവിടെ വന്നിട്ടിപ്പം 3-4 മാസമായില്ലേടി. നിന്നെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. നീ ആ കൂടി ഒന്ന് കൊഴുത്ത് മിനുങ്ങിയിട്ടുണ്ട്. നീ വന്ന സമയത്ത് എല്ലാം അയഞ്ഞങ്ങ് കിടക്കുകയായിരുന്നു. ഇപ്പം ഇല്ലേ, നല്ല രീതിയിൽ ആണുങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു സംശയം കൂടി ഉണ്ടെന്ന്. എന്താ അമ്മായി? അമ്മയുടെ സംശയം? ഓ, നിനക്ക് ആ കൂടി ഒരു മാറ്റങ്ങളുണ്ട്. ഒന്ന് ഉടച്ചു വാർത്ത പോലെ ഉടഞ്ഞൊന്ന് ശരിയായതുപോലെ എനിക്ക് തോന്നുന്നത് നീ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഏതോ ഒരുത്തിനുമായിട്ട് നിനക്ക് ബന്ധമുണ്ട്. നിങ്ങൾ പുറത്തു വെച്ച് കാണുന്നുണ്ട്. 2 പേരും കൂടെ അവിടെ തകൃതിയായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് നിനക്കിത്തിരി പ്രസരിപ്പും തുടുതുടുപ്പും മിനിമിനിപ്പും എന്ന്. ഞാൻ പറഞ്ഞു, ഷോ, അമ്മായി അത് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. ഞാൻ ഓർത്തു അമ്മായി കണ്ടുപിടിക്കില്ലായിരിക്കുമെന്നും. ഞാൻ വെറുതെ കളിയാക്കി പറഞ്ഞതാണ്. പുള്ളിക്കാരി അത് സീരിയസ് ആയിട്ട് എടുത്തു. കണ്ടോ ഞാൻ പറഞ്ഞത് എത്ര കറക്റ്റാണെന്ന്. ആരാണവൻ? അവൻ്റെ ഫോട്ടോ നിൻ്റെ മൊബൈലിലുണ്ടോ? ചെറുപ്പക്കാരനാണോ അതോ ഒത്തിരി പ്രായമുള്ള ആളാണോ? ഞാൻ പറഞ്ഞു, എന്നേക്കാൾ ഇളയതാ. ഒരു 24-25 വയസ്സ് കാണും. ഷൂ, നീ ഭാഗ്യവതിയടി. അവൻ അവിടെ എന്താ ചെയ്യുന്നത്? അവിടുത്തെ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററാണ്. കമ്പ്യൂട്ടറും കൂടെ. കൊള്ളാടി, നീ മിടുക്കി തന്നെയാണ്. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ അനന്തരത്തില്ലേ നിൻ്റെ കൂട്ടുകാരി, അവളോട് ഈ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ലടി. ചോദിച്ച ഉടനെ തന്നെ അവൾ പറയും, എൻ്റെ ചേട്ടനെ ഞാൻ വഞ്ചിക്കില്ല, എൻ്റെ ചേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് എന്നൊക്കെ പറഞ്ഞ് അവളങ്ങ് തുടങ്ങും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്കറിയാമോ അവൾക്ക് വല്ല ബന്ധമുണ്ടോ? അവൾക്കും കുറച്ച് നാളായിട്ട് ഒരിളക്കം ഞാൻ കാണുന്നുണ്ട്. കുതിര ഇളകുന്ന പോലെയാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് അവൾക്കും ആരെങ്കിലും ഉണ്ടെന്നാണ്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല അമ്മായി. ഞാൻ ചോദിച്ചപ്പം എന്നോടും ഇങ്ങനെ പറഞ്ഞത്. എൻ്റെ ചേട്ടനല്ലാതെ ആരുമില്ലെന്നും. അങ്ങനെ പറയുന്നവർ കള്ളികളാണ് മോളെ. അവൾക്ക് ആരോ ഉണ്ട്. ഒരു ദിവസം ഞാൻ കണ്ടുപിടിക്കും. നീ നോക്കിക്കേ, നീ സത്യസന്ധയാണ്. നിന്നോട് ചോദിച്ചപ്പോൾ നീ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു. എവിടെ മോളെ അവൻ്റെ ഫോട്ടോ? എന്നെ ഒന്ന് കാണിക്ക്. അയ്യോ അമ്മായി, തുടങ്ങിയതല്ലേ ഉള്ളൂ. ഫോട്ടോ ഒന്നും ഞാൻ ഇതിനകത്ത് വെച്ചിട്ടില്ല. ആരെങ്കിലും കണ്ടേലോ? ഞാൻ വീട്ടിൽ പോകുമ്പോൾ കുട്ടിയൊക്കെ ഫോൺ എടുക്കുന്നതല്ലേ. എൻ്റെ അമ്മയപ്പോൾ കണ്ടാലോ? ഒന്നാമത് എനിക്ക് പഴുദോഷമാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആരാടി അവൻ എന്ന് പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കില്ലേ. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചില്ല. എന്നാൽ എൻ്റെ മോളെ, നീ എന്നെ അവനെ കാണിക്കണം കേട്ടോ. നാളെ പോകുമ്പോൾ നീ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വരണം കേട്ടോ. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും കൊണ്ടുവരാം. എനിക്ക് ഇനിയാണ് അമ്മായോട് ചോദിക്കാനുള്ളതെന്ന് മനസ്സിലോർത്തു. അല്ല അമ്മായി, അമ്മായി ഇങ്ങനെ ഞങ്ങളോട് 2 പേരോടും മാറി മാറി ചോദിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഏതെങ്കിലും ആണുങ്ങളുമായിട്ട് കണക്ഷനുണ്ടോ? ഭർത്താവിൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങി നിൽക്കാതെ അവൾക്ക് വേറെ കണക്ഷനുണ്ട് എന്നൊക്കെ പറയുന്നു. ശരിക്കും അമ്മായിക്ക് ഈ പ്രായത്തിൽ വല്ല താല്പര്യമുണ്ടോ? അമ്മാവൻ പോയ പിന്നെ അമ്മായിക്ക് ഈ കാര്യത്തിൽ താല്പര്യം കൂടിയോ? ഇനി ഒരു കല്യാണം കഴിക്കണമെന്നുണ്ടോ? അതോ അമ്മായിക്ക് ഒരു അന്തിക്കൂട്ട് വേണമെന്നുണ്ടോയെന്ന്? അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയുടെ മുഖം ഭയങ്കരമായി ജ്വലിച്ചു. പക്ഷേ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ഒരു നുള്ളു കൊടുത്തിട്ട്, അമ്മായി സത്യസന്ധമായിട്ട് പറ, നമ്മൾ 2 പേരും മാത്രമേ ഇവിടെ ഉള്ളൂ. അമ്മായി എന്നോടെങ്കിലും പറയൂ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ അമ്മായിക്ക് വലിയ മിടുക്കാണല്ലോ. എന്നിട്ട് എന്താ ഈ കാര്യം തുറന്ന് പറയാത്തതെന്ന്. അപ്പം അമ്മായി പറഞ്ഞു, മോളെ എടി, ഞാൻ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ സംശയിക്കരുത്. ഞാൻ പറഞ്ഞു, ഒട്ടും സംശയിക്കില്ല. ഈ അമ്മാവെന്ന് പറയുന്ന, അവളുടെ അമ്മാവെന്ന് പറയുന്ന എൻ്റെ ഭർത്താവില്ലേ, അങ്ങേരെ കൊണ്ട് ഒരു ഗുണമില്ല മോളെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ നിന്നെപ്പോലെ തന്നെയാണ്. ഭർത്താവിൽ നിന്ന് നല്ലൊരു ജീവിതം അറിഞ്ഞിട്ടേയില്ല. എങ്കിലും ഞാൻ മകന് വേണ്ടി ഇത്രയും നാൾ ജീവിച്ചു. ഇനിയിപ്പം 55 വയസ്സുള്ള ഞാൻ എന്ത് ചെയ്യാനാണ്? എല്ലാം പറഞ്ഞു തീർക്കാം, കേട്ട് രസിക്കാം. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അല്ലമ്മായി, അമ്മായിക്കൊരു കല്യാണം കഴിക്കണമെന്നില്ലേ? ഇനി ആരെ കല്യാണം കഴിക്കാനാ? 55 വയസ്സുള്ള ഞാൻ 60 വയസ്സുള്ള ഒരുത്തിനായിരിക്കും കല്യാണം കഴിക്കുന്നത്. അങ്ങേരെ പിന്നെ ഞാൻ എടുത്തോണ്ട് നടക്കേണ്ടി വരും. എനിക്ക് തന്നെ വയ്യ. അപ്പോഴാണ് ബാക്കി കാര്യം. അപ്പോൾ അമ്മായിക്ക് ജീവിതത്തിൽ ഒരു പങ്കാളി എന്നുള്ള ലക്ഷ്യം, നല്ല രസം പകർന്ന് നൽകുന്ന ഒരാൾ വേണം. അങ്ങനെയാകുമ്പോൾ ചെറുപ്പക്കാരെയാണോ അമ്മായിയുടെ നോട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിക്ക് വല്ലാത്തൊരാകാംക്ഷ. മോളെ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ തെറ്റിദ്ധരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് നല്ല ആഗ്രഹം തോന്നുന്നത്. പക്ഷേ അതെവിടെ നടക്കാനാണ് മോളെ? 4 വശത്തുനിന്നും ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരിക്കലും നടക്കില്ല.
ഒരു സത്യം കൂടി ഞാൻ നിന്നോട് പറയാം. ഒരു 30 വയസ്സിന് താഴെയുള്ള ആളുകളെയാണ് എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടം. അതല്ലാതെ അതിന് മുകളിലുള്ളവരെ ഓർക്കാനോ സ്വീകരിക്കാനോ എനിക്ക് താല്പര്യമില്ല മോളെ. അമ്മായി ആള് കിടുവാണല്ലോ. അമ്മയുടെ മനസ്സിൽ ഇത്രയും കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടാണോ പോയിട്ട് വരുമ്പോൾ ഞങ്ങളോട് ഇങ്ങനെയൊക്കെയുള്ള കുനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അത് മോളെ, ഞാൻ താല്പര്യം കൊണ്ടങ്ങ് ചോദിക്കുന്നതാണ്. നിങ്ങൾ പറഞ്ഞത് കേട്ട് എനിക്ക് വന്ന് കോൾമയർ കൊള്ളാമല്ലോ. അത് മാത്രമല്ലടി, ഒരു രസം, പിന്നെ നേരം പോക്കും, ഇതെല്ലാം ഉണ്ട്. എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ നീ ഇപ്പം മനസ്സിൽ ചിരിച്ചു കാണും. എന്തായാലും എനിക്ക് അങ്ങനെ ഒരാളെ കിട്ടില്ലല്ലോ. അതൊക്കെ സ്വപ്നമായിട്ട് തുടരും. അത് മാത്രമല്ല, ചെറുപ്പക്കാർ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് ഞാനിങ്ങനെ കിടപിടിച്ച് പോകും മോളെ. അത് നടക്കില്ല, അതെനിക്കറിയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഹം. വയ്യാത്ത പട്ടി എന്തിനാ കയ്യാൽ കയറുന്നത് എന്ന് നീ ചോദിക്കുമായിരിക്കും. എന്നാലും എൻ്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ നീ ഒന്നും വിചാരിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും വിചാരിക്കുന്നില്ല. അമ്മായിയുടെ യഥാർത്ഥ മനസ്സിലിരിപ്പ് എനിക്ക് പിടികിട്ടിയല്ലോ. അമ്മായിക്കൊരു കാര്യം അറിയില്ല. ഈ പ്രായത്തിലുള്ള പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാ. ഒന്ന് പോടി, ഡിമാൻഡൊക്കെ കാണും. 40-45 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് എന്നെപ്പോലുള്ള ആൾക്കാരെ ഇഷ്ടമായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു അയ്യേ, അവർക്കൊന്നും ഇഷ്ടമാവില്ല. അവർക്ക് ചെറുപ്പക്കാരികളാണ് നോട്ടം. പക്ഷേ അമ്മായി ആഗ്രഹിക്കുന്ന റേഞ്ചിലെ ഒരു 30 വയസ്സിന് താഴെ അങ്ങനെയുള്ള ആണുങ്ങൾക്ക് ശരിക്കും അമ്മായിയുടെ പ്രായമുള്ളവരെയാണ് കൂടുതലിഷ്ടം. അമ്മായിക്ക് അതറിയില്ലേ? എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കഥകളൊക്കെ. അല്ലാതെ അത് യഥാർത്ഥമാണോന്ന് എനിക്കറിയില്ലെന്ന്. എന്നാൽ യഥാർത്ഥമാണ്. അപ്പോൾ അമ്മായി പറഞ്ഞു എനിക്കറിയില്ലേ, എനിക്കങ്ങനൊന്നും ഫീൽ ചെയ്തിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞു വീടിൻ്റെ പുറത്ത് അധികം ഇറങ്ങി നടന്നെങ്കിൽ ഫീൽ ചെയ്യിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരിക്കണം. അല്ലാതെ ഒന്നും അറിയില്ല. അമ്മായി ഒരു കാര്യം ഓർക്കണം, കൊച്ചി തന്നെയാണ് അമ്മായി താമസിക്കുന്നത്. ഇവിടെ ഇല്ലാത്ത എന്തവസരമാണ് അമ്മായിക്ക് വേറെ കിട്ടാനുള്ളത്? സത്യമാണ് നീ പറഞ്ഞത്, അതോ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ? കളിയാക്കാനൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ശരിക്കും ഒരു 30 വയസ്സിന് താഴെയുള്ള 25 വയസ്സ് താഴെയുള്ള ആണുങ്ങൾക്കൊക്കെ അമ്മായിയുടെ പ്രായമുള്ളവരെ ഇഷ്ടമാണ്. ശരിയാ, ഇത്തിരി പ്രായമുണ്ടെങ്കിലും നിന്നെയും ഒരു കൊച്ചു ചെറുക്കനല്ലേ പ്രേമിക്കുന്നത്. മോളെ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അവനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചോണ്ട് വരാമോടി? എന്തിനാ അമ്മായി? അല്ല, അവനെ എനിക്കൊന്ന് കാണാനാ. അമ്മായി പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അവനെ ഞാനിവിടെ വിളിച്ചോണ്ട് വരണം. അമ്മായിക്ക് അവനെ കാണുകയും വേണം. മിടുക്കിയാണല്ലോ. എന്നോട് പ്രേമമുള്ള ആ ചെക്കനെ ഇവിടെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞിട്ട് അമ്മായി കടക്കെണ്ണെറിഞ്ഞ് അവനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പ്രേമം നഷ്ടപ്പെട്ടു പോകില്ലേ? അതിന് ഞാൻ കിളവിയല്ലേ? എന്നെ കണ്ടവും മോഹിക്കില്ല. എങ്കിലും അവനെ കാണാൻ എനിക്കൊരു മോഹം. അപ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചോണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നമ്മായി, അമ്മായിയുടെ മനസ്സിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞത്. അവിടെ നിന്ന് ഒരാണുങ്ങളോട് എനിക്ക് താല്പര്യമില്ല, എന്നോട് ആർക്കും താല്പര്യമില്ല. അങ്ങനെ ഒരു ചെക്കൻ അവിടെ ഇല്ല. അവിടെ അധികം ആണുങ്ങൾ പോലുമില്ല. എടി, നീ എന്നെ വഞ്ചിക്കായിരുന്നല്ലേ? എൻ്റെ മനസ്സിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നീ പുറത്തെടുത്തിട്ടു. ഇനിയിപ്പം നിൻ്റെ കൂട്ടുകാരി അവൾ വരുമ്പം എൻ്റെ അനന്തരത്തോട് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ രണ്ടുപേർ കൂടെ എന്നെ കളിയാക്കി ചിരിക്കണം. അതിനല്ലേടി ദുഷ്ടേ നീ ഇങ്ങനെ കാണിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. നിന്നെയായിരുന്നു എനിക്ക് വിശ്വാസം. അതുകൊണ്ട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. നീ എന്നെ ശരിക്കും കളിയാക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് അമ്മായി ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ദേഷ്യപ്പെടണ്ട, അമ്മായിയുടെ അവസ്ഥയല്ല എൻ്റെ അവസ്ഥ. ഭർത്താവിനോട് ജീവിച്ച് പൊരുത്തപ്പെടാതെ ഒരു രസവും സുഖവുമില്ലാത്ത ജീവിതം, അതിൽ നിന്ന് മുക്തി നേടി ഞാൻ ജീവിതം ഒന്ന് കെട്ടിപ്പിടിക്കാൻ നോക്കിയാണ്. പണത്തിൻ്റെ ആവശ്യമുണ്ട്, കുട്ടിയെ പഠിപ്പിക്കണം, അതിലൊക്കെയാണ് എൻ്റെ ശ്രദ്ധ. സത്യം പറഞ്ഞാൽ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് എൻ്റെ മനസ്സ് ഇപ്പോൾ പറയുന്നു. ഈ പ്രായമായിട്ടും അമ്മായിക്ക് ഇത്രയധികം ഇൻട്രസ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ എനിക്കും കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും ഈ നെട്ടോട്ടം ഓടുന്നതിനിടയിൽ ജീവിതം മടുക്കും. എനിക്കും ഇഷ്ടങ്ങൾ തേടിപ്പോകാൻ തോന്നും. അതുകൊണ്ട് അമ്മായിയും ഞാനും ഒരേ തൂവൽ പക്ഷികളാണ്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്നിച്ച് അന്വേഷിക്കാം. ഇനിയിപ്പോൾ എനിക്ക് ശരിയായില്ലെങ്കിൽ പോലും അമ്മായിക്ക് ഞാൻ 25-ന് താഴെ അല്ലെങ്കിൽ 30-ന് താഴെ ഇഷ്ടം പോലെ അവസരങ്ങൾ ഉണ്ടാക്കിത്തരും. ഒന്ന് പോടി, നീ എത്രയും നേരം കളിയാക്കിയത് പോരെ? എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഈശ്വര. ഞാൻ പറഞ്ഞു പേടിക്കണ്ട, പറഞ്ഞതുകൊണ്ട് ഗുണമേ ഉണ്ടാകൂ. നോക്കിക്കോ, ഞാനിനി അമ്മായിക്ക് വേണ്ടി സോഷ്യൽ മീഡിയ ഒന്ന് മുങ്ങി തപ്പുകയാണ്. മുത്തുകൾ വാരി ഞാൻ തിരിച്ചു വരും. എടി, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ? എൻ്റെ പേരോ ഫോട്ടോ ഒക്കെ നീ കൊടുക്കുമോ? അതൊന്നും കൊടുക്കില്ല. നമുക്ക് താല്പര്യമുള്ളവരെ ഫേക്ക് പ്രൊഫൈലിൽ വെച്ച് കണ്ടുപിടിക്കാം. എന്നിട്ട് ഇങ്ങോട്ട് ക്ഷണിച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ആങ്ങളമാരാണെന്ന് വല്ലതും പറഞ്ഞാൽ മതിയല്ലോ. ചെറുപ്പക്കാരെങ്കിലും വന്നു കഴിഞ്ഞാൽ
അയ്യോയ്യോ, ഇത്രയും വലിയൊരു കള്ളിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞങ്ങളെ രണ്ടുപേരെയും പഴിചാരി അമ്മായിക്ക് അമ്മയുടെ കാര്യമെല്ലാം നടത്തിയെടുക്കണം. മിടുക്കിയാണ് കേട്ടോ. അല്ലടി, നീ പറഞ്ഞപ്പം ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നീ പറഞ്ഞ പോലെ ഒന്നും നടക്കില്ലെന്ന് എനിക്കറിയാം. നീ എന്നെ കളിയാക്കുകയാണെന്ന്. ഇല്ല അമ്മായി, ഞാൻ ഒരു ചലഞ്ചായിട്ട് എടുക്കുകയാണ്. അമ്മായിയുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരും. അമ്മായിയുടെ അനന്തരത്തോട് ഇത് പറയണോ എൻ്റെ ഫ്രണ്ടിനോട്? എടി, അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കുളം കലക്കും. എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ പറയുന്നില്ലെന്ന്. അപ്പോൾ അമ്മായി പറഞ്ഞു, അതില്ലടി, എനിക്കാണെങ്കിൽ ഒരു സംശയം. ഇവളുടേത് ആക്ഷൻ അഭിനയമല്ലേ? എൻ്റെ ചേട്ടൻ മാത്രമേ ഉള്ളൂ, എൻ്റെ ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ അവൾക്കൂടെ വേറൊരവസരം വരണം. വേറൊരുത്തിനെ അവൾ മോഹിക്കണം. അവളെ ഈ കുഴിയിൽ ചാടിച്ചെങ്കിലേ നമുക്കിവിടെ സ്മൂത്തായിട്ട് പോകാൻ പറ്റുള്ളൂ. നീ ഈ കാലത്തെങ്ങും ഈ ജോലി വിട്ട് ഇവിടുന്ന് പോകുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇല്ല. അവളും അത് തന്നെ. കട തീരുന്നവരെ എന്തായാലും 5 വർഷം ഇവിടുന്ന് പോകുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കൂട്ടമായിട്ട് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ മോളെ. എടി, നിൻ്റെ കൂട്ടുകാരിയല്ലേ, നീ തന്നെ പറഞ്ഞ് അവളെ ഒന്ന് ശരിയാക്കിയെടുക്കുന്നു. ഞാൻ പറഞ്ഞു ശരി, അമ്മയുടെ കാര്യം പറയാം. ആദ്യം അവൾ ശരിയാവാതായിട്ടിരുന്നോട്ടെ. നമുക്ക് രണ്ടുപേർക്കും കൂടി നമ്മുടെ കാര്യങ്ങൾ ശരിയാക്കിയെടുക്കുമ്പോൾ അവൾ കണ്ടു കൊതിച്ച് വന്നോളും അമ്മായി, ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. തമാശയ്ക്കാണ് ഞാൻ അമ്മായിയോട് സംസാരിച്ചു തുടങ്ങിയത്. പക്ഷേ അമ്മായി എനിക്ക് മറ്റൊരു ഐഡിയ തരികയായിരുന്നു. അമ്മയുടെ കെയർ ഓഫിൽ ഈ വീട്ടിൽ എനിക്കും എൻ്റേതായ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരവസരം കിട്ടും. എനിക്കും ചെറുപ്പക്കാരോട് താല്പര്യമുണ്ട്. എന്നേക്കാൾ പ്രായം കുറഞ്ഞവരെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. അമ്മയുടെ വീട് അതിനൊരു കേളി അനങ്കമാണെങ്കിൽ പിന്നെ ഞാനെന്തിനാണ് വെറുതെ വെച്ച് നീട്ടിക്കുന്നത്? അമ്മായിയുടെ കൂടെ നിൽക്കാം. സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞാൽ ഇവിടെ പാഞ്ഞെത്തും തേനീച്ചക്കൂട്ടങ്ങളെപ്പോലെ. ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി ഞാനും അങ്ങ് തുടങ്ങും എന്ന് വിചാരിച്ച് ഒരു ഫേക്ക് ഉണ്ടാക്കി ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ 55 വയസ്സുള്ളൊരു സ്ത്രീയാണ്. എനിക്കിപ്പോഴും ആഗ്രഹങ്ങൾ തോന്നുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങിട്ടു. അപ്പോഴത്തേക്കും ഇൻബോക്സിൽ ആളുകളുടെ ബഹളം. 55 നല്ല ഏജാണ്, 55 ഉള്ളവരെ ഞങ്ങൾക്കൊത്തിരി ഇഷ്ടമാണെന്ന്. അതിൽ ഏജൊക്കെ ചോദിച്ച് ചാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മാഡം ശരിക്കും 30 വയസ്സിന് താഴെയുള്ളവരാണ് കൂടുതൽ. അപ്പോൾ ഫോട്ടോ വേണമെന്നായി. ഞാൻ പറഞ്ഞു ഫോട്ടോ ഒന്നും തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പുറകുവശവും മുഖം കാണാതെയുള്ള പല കാര്യങ്ങളുമൊക്കെ അമ്മായി നിന്നപ്പോൾ അമ്മായിയുടെ ഫോട്ടോ എടുത്ത് ഇൻബോക്സിൽ അയച്ചു കൊടുത്തു. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചുരുക്കം പറഞ്ഞാൽ ഞാൻ തന്നെ ചാറ്റ് ചെയ്തു. ചിലരെയൊക്കെ ഒഴിവാക്കി. ജെന്യൂനാണെന്ന് തോന്നിയ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ ഞാൻ മേടിച്ചു. അങ്ങനെ 3-4 പേരെ ഷോർട്ട് ലിസ്റ്റാക്കി. ഇനി ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരണമല്ലോ. അമ്മായോടും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മായിക്ക് റെഡിയാണ്. ഇതുവരെയും കൂട്ടുകാരിയോട് പറഞ്ഞില്ല. ഒരു പയ്യൻ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ സമയത്താണ് കാര്യങ്ങൾ അവളോട് പറഞ്ഞത്. അവൾ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ, രാത്രി 10 മണിയാകുമ്പോഴേക്കും നിൻ്റെ റൂമിൽ കയറി കഥ കടച്ചു. അമ്മായിയുടെ ആദ്യത്തെ സംരംഭം ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. രാത്രി 10:30 ആയപ്പോഴാണ് ആ പയ്യൻ വന്നത്. അമ്മായി ഡൈയൊക്കെ രാവിലെ അടിച്ച് ഒരുങ്ങി നിന്നിരുന്നു. അമ്മായി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചെക്കന് ഒത്തിരി ഇഷ്ടമായി. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നിങ്ങളായി, നിങ്ങളുടെ പാടായി. മണിയറയിലേക്ക് കടന്നു പോകുമ്പോൾ അമ്മായിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാല് കാച്ചി കൊടുത്തു വിടുന്നുണ്ടായിരുന്നു മോനെ. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇവിടുത്തെ പാല് പൂച്ച കട്ടുകുടിച്ചു എന്ന് ഞാൻ തമാശയായിട്ട് പറഞ്ഞു. അമ്മായി എന്നെ നോക്കി കണ്ണുരുട്ടി. 2 പേരും കൂടി അകത്ത് കയറി പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ അവിടെ സിറ്റൗട്ടിൽ തന്നെ ഇരുന്നു. ആദ്യത്തെ അഡ്വഞ്ചർ ആയതുകൊണ്ട് എനിക്കൊരു ഭയം. 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവനും അമ്മായിയും കൂടെ വന്നു. 2 പേർക്കും സന്തോഷം തന്നെ. ഇനിയും വരണം എന്ന് പറഞ്ഞിട്ടാണ് അമ്മായി അവനെ പറഞ്ഞു വിട്ടത്. അമ്മായിക്ക് അത്യധികമായ ആഹ്ലാദമായിരുന്നു. അമ്മായി എന്നെ കെട്ടിപ്പിടിച്ചുമ്മ വെച്ചു. എൻ്റെ പൊന്നുമോളെ, നീ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാടി ഇതൊക്കെ ഒന്ന് അറിയുക? നീ ഒരു മിടുക്കി തന്നെ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ ഐഡിയയൊക്കെ അന്നേരം തോന്നിയ ഐഡിയയാണ്. അങ്ങനെ ആ ചെക്കൻ തുടർച്ചയായിട്ട് കുറേ ദിവസം വന്നു. അപ്പോഴാണ് വേറൊരാൾ അവിടെ ക്യൂവിലാണല്ലോ. അമ്മായിക്ക് അയാളെ കാണുന്ന ആഗ്രഹം. അപ്പോൾ അങ്ങേരുടെ ഷെഡ്യൂൾ അമ്മായിക്കരികിലേക്ക് വിട്ടിട്ട് വന്ന ചെക്കനോട് ഞാൻ ചോദിച്ചു, അമ്മായി മാത്രമേ നിൻ്റെ കൺമുന്നിൽ കാണുകയുള്ളൂന്ന്. അവൻ പറഞ്ഞു ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ലെന്ന്. അങ്ങനെയാണ് മാഡം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി അമ്മായി എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചെന്ന്.
അത്രയ്ക്കും മിടുക്കനാണ്, ആത്മാർത്ഥതയുള്ളവൻ. പണ്ടത്തെ ആണുങ്ങൾക്ക് കലകൾ അറിയാമോന്നറിയില്ല. ഇപ്പം പിന്നെ വീഡിയോയും ഇൻ്റർനെറ്റും ഒക്കെ കണ്ടിട്ട് 64 കലകളും പഠിച്ചു വെച്ചിരിക്കുകയല്ലേ. അതിൻ്റെതായ ഗുണം ഇപ്പോഴത്തെ ആണുങ്ങൾക്കുണ്ട്. പിന്നീട് നിറയെ അവസരങ്ങൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നിർത്തിയില്ല. കാര്യം ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമായിരുന്നു. ആദ്യം അമ്മായി, രണ്ടാമത് ഞാൻ എന്നുള്ള മട്ടിൽ കാര്യങ്ങൾ തകൃതിയായി മുന്നോട്ട് പോയി. പിന്നീട് എനിക്ക് തോന്നി കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇവരെയൊക്കെ വിളിച്ച് ചോദിക്കാമല്ലോ എന്ന്. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ കുറച്ച് പണത്തിന് സപ്പോർട്ടും കിട്ടി. ഞങ്ങൾ രണ്ടുപേരും കുറച്ചുകൂടി നല്ല നിലയിലേക്ക് ഉയർന്നു. നല്ല സമ്പാദ്യവും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി. ഇത് കണ്ടപ്പോഴേക്കും അവൾക്ക് പ്രശ്നങ്ങൾ അസൂയ കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ചേട്ടൻ എന്ന് പറയാതെ നീ ഇറങ്ങുന്നതെന്ന് ചോദിച്ചു. അവസാനം അവൾ സമ്മതിച്ചു. അങ്ങനെ 3 പേര് ചേർന്ന് വിത്ത് വിതയ്ക്കാനിറങ്ങി. അത് അടിപൊളിയായിരുന്നു മാഡം. അങ്ങനെ കുറേ നാൾ പോയി. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ചെക്കന് എന്നോട് ഭയങ്കര പ്രേമം, സ്നേഹം. അവന് 24 വയസ്സേ ഉള്ളൂ. എന്നെ കല്യാണം കഴിക്കണമെന്ന് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ് മാഡം. അവനാണ് എന്നെ ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഞങ്ങളൊരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ആ ചടങ്ങൊക്കെ നടത്തിയത്. എൻ്റെ വീട്ടുകാരും നാട്ടുകാരുമൊക്കെ എന്നെ പഴിച്ചു. ഇപ്പോൾ അമ്മായിയുടെ വീടിൻ്റെ അവിടെ നിന്ന് കാണാവുന്ന ദൂരത്തിൽ ഒരു വീടെടുത്ത് ഞങ്ങളവിടെ താമസിക്കുകയാണ്. അമ്മായിയുടെയും എൻ്റെ കൂട്ടുകാരുടെയും എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ രണ്ടുപേരുടെയും പിന്തുണയുണ്ട്. സത്യം പറഞ്ഞാൽ ജീവിതം ഒത്തിരി സുഖകരവും സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നാലും ഈ ബന്ധം എങ്ങനെയായി തീരുമെന്ന് എനിക്ക് വളരെ ആശങ്കയുണ്ട്. ഒരു വിധത്തിൽ മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെയാണ് മാഡം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബന്ധങ്ങളിൽ എത്ര ശ്രദ്ധിച്ചാലും മനപ്പൊരുത്തം ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ, അത് മാനേജ് ചെയ്യാൻ രണ്ടു പേർക്കും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ ഏത് സമയത്താണെങ്കിലും, ഏത് പ്രായമാണെങ്കിലും, ചെറുപ്രായമാണെങ്കിലും വലിയ പ്രായമാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ആരുടെയും ജീവിതത്തിന് ഒരു ഗ്യാരൻറ്റി ഇല്ല. ആളുകൾ തെറ്റ് പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. അത് നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ ആവശ്യമുള്ളത് വരെ നിങ്ങൾക്ക് ജീവിക്കുക എന്നുള്ളതല്ലാതെ പ്രശ്നങ്ങളെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല. പക്ഷെ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ സ്നേഹം നഷ്ടപ്പെടാതിരിക്കുന്ന കാലത്തോളം മുന്നോട്ട് പോകാം. പിന്നെ നിങ്ങൾ രണ്ടുപേരും സ്വതന്ത്ര വ്യക്തികളാണ്. ഈ പറഞ്ഞ അമ്മായിയും നിങ്ങളും ഒക്കെ ബാധ്യതകളില്ലാത്ത വ്യക്തിയാണ്. നിങ്ങൾക്ക് ഏത് പാർട്ട്ണറായാലും പ്രശ്നമില്ല. പക്ഷേ ഇതിനിടയ്ക്ക് നിങ്ങളുടെ സുഹൃത്തിനെ പിടിച്ചു വലിച്ചിട്ടത് ഒട്ടും ശരിയായില്ല. അത് ശരിയല്ല. കാര്യം അവർക്ക് ഭർത്താവൊക്കെ ഉള്ളതാണ്. ഭർത്താവിനെ വഞ്ചിച്ച് നിങ്ങളോട് കഴിയുന്നത് അത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ബാക്കി ഇപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം, ഓരോ സ്വാതന്ത്ര്യം. പക്ഷേ നല്ലത് മാത്രമേ നടക്കൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതിനനുസരിച്ച് മാനേജ് ചെയ്യാനുള്ളൊരു വിൽ പവർ വേണം. ഒന്നിനെക്കുറിച്ചും അമിത പ്രതീക്ഷകൾ പാടില്ല.